ഹരി ഓം നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ശ്രീ ചിന്മയ ജയന്തി ആശംസകൾ. ഒരു ചിന്മയാഷ്ടകം എന്ന് പറഞ്ഞൊരു 8 ശ്ലോകങ്ങളുള്ള ചിന്മയാനന്ദ സ്വാമിയെ സ്തുതിക്കുന്ന സ്തോത്രം ചൊല്ലാം. എന്നിട്ട് ഭാഗവത്തിലേക്ക് വരാം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓംകാരസൂനമകരന്ദരസം പിബന്ധം അധ്യാത്മഭൃംഗമവനീതലഭാഗ്യശൃംഗം ആനന്ദപൂർണമതിമ പ്രതിമപ്രഭാവം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ഉന്മീലദംബുജദളായതമുഗ്ധനേത്രം ഉത്തപ്തനിർമ്മലസുവർണസമാനഗാത്രം ഉന്നിദ്രഭക്തജനമാനസരാജഹംസം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ആയാമരമ്യഭുജദണ്ഡഗഭീരരൂപം മായാന്ധകാരവിനിവാരണഭദ്രദീപം മുദ്രാദരിദ്രകരുണാവരുണാധിവാസം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ധാവല്യമഞ്ജുളമൃതുസ്മിതകാന്തിപൂരം വിസ്മാരിതാഖിലപദാനതദുഃഖഭാരം ആതാമ്രശോഭനപരിച്ഛദസംവൃതാംഗം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. വിജ്ഞാനസാരവചനാമൃതജഹ്നുകന്യാ നിശേഷധൗതനിജകിൽബിഷമുന്നതാംസം ശ്രീഖണ്ഡമണ്ഡിതമനോജ്ഞവിശാലഭാലം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. സാന്ദീപനീതിഭുവനപ്രഥിതം പ്രശാന്തം അധ്യാസിതം പരമമംഗളമാലയാഗ്ര്യം ശ്രീമത്തപോവനതപോധനശിഷ്യവർയം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. നാനാപുരാണനിഗമാഗമതത്വവിജ്ഞം സാക്ഷാത്കൃത പ്രണവസാരമുദാരഭാവം സംസാരഘോരതരകാനനധാവവഹ്നിം
ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. കല്യാണശീതളകടാക്ഷനിരീക്ഷണേന താപത്രയപ്രശമനൈകപരം സുധീരം പ്രജ്ഞാനവാരിധി തരംഗവിഹാരലോലം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ
निर्मायसेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि वातालयेशमनिशं हृदि भावयामि। ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय श्रीगुरुवायूरप्पा शरणम् ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यः श्रीगुरुभ्यो नमः ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ശ്രീ ചിന്മയാനന്ദ ഗുരുദേവ ജയന്തി ആശംസകൾ. ചിന്മയാനന്ദ സ്വാമിജിയുടെ 109 ജന്മദിനമാണിന്ന്. 1916 മെയ് 8 അദ്ദേഹത്തിൻ്റെ ജനനം. എറണാകുളത്തുള്ള പൂതാമ്പള്ളി എന്ന തറവാട്ടിൽ വി കെ കുട്ടൻ മേനോൻ്റെയും, അമ്മയുടെ പേര് മറന്നു, പൂതാമ്പള്ളി ബാലകൃഷ്ണ മേനോനായി, പിന്നീട് ജേർണലിസ്റ്റായി, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. പിന്നീടാണ് അദ്ദേഹം ശിവാനന്ദ സരസ്വതി സ്വാമികളെ ചെന്ന് കാണുന്നത് ഋഷികേശിൽ. ശിവാനന്ദ സ്വാമിയിൽ നിന്ന് 1948 ശിവരാത്രി ദിവസം 32-ാം വയസ്സിൽ സന്യാസം. പിന്നീട് തപോവന സ്വാമികളിൽ നിന്നും വേദാന്ത പഠനം പൂർത്തിയാക്കി 1951 ഡിസംബർ 31 പൂനെയിൽ ആദ്യത്തെ ജ്ഞാനയജ്ഞം ആരംഭിച്ചു. പിന്നീട് അതൊരു മൂവ്മെൻ്റായി, ഒരു വലിയ പ്രസ്ഥാനമായി മാറി. ഇന്ന് ആഗോളതലത്തിൽ ഒരുപാട് ശാഖകളും ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് ശിഷ്യഗണങ്ങളും അതിൽ നിന്ന് ശാഖകളായി പിരിഞ്ഞ അനേക ശിഷ്യ പരമ്പരകളും ഒക്കെ ആയിട്ട് മഹാപ്രസ്ഥാനമായി ലോകാനുഗ്രഹം ചെയ്യുന്നു. അപ്പോൾ സ്വാമിജി ഇപ്പോഴും എത്രയോ ശിഷ്യഗണങ്ങളിലൂടെ എല്ലാവരുടെ ഹൃദയത്തിലും ഇപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജയിക്കുന്നവരുടെ ജയന്തിയാണ് നമ്മൾ അവരുടെ കാലശേഷവും ആഘോഷിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ മഹാപുരുഷൻ്റെ 109-ാം ജയന്തിയാണ് ഇന്നത്തെ ഡേറ്റ്. മേടമാസത്തിൽ പൂയമാണ് അദ്ദേഹത്തിൻ്റെ മലയാള മാസം ജന്മദിനം. അതിനേക്കാൾ സന്യാസിമാർക്ക് സന്യാസം സ്വീകരിച്ച ദിവസമാണ് ശരിക്കുള്ള ജന്മദിനമായിട്ട് ആചരിക്കുക. അപ്പോൾ 1948 ശിവരാത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒടുക്കത്തെ ജന്മം എന്ന് പറയാം, അല്ലേ? രണ്ടാം ജന്മം എന്നുള്ളതിനേക്കാൾ
അവസാന ജന്മം, സന്യാസത്തിലേക്കുള്ളത് അവസാന ജന്മമാണ്. എന്തായാലും ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത് ആചരിക്കുന്നത് ലോകത്തിന് മുഴുവൻ അദ്ദേഹത്തെ അനുസ്മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടാണ്. ഗുരുവര്യനെ നമുക്കെല്ലാം ശിരസാ നമിക്കാം, മനസാ സ്മരിക്കാം. ചിന്മയം വ്യാപി യത് സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണ. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരാം. മുചുകുന്ദ സ്തുതിയാണ് വിഷയം. നമുക്ക് മുചുകുന്ദ ഉവാച എന്നുള്ള 46-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഏകപഞ്ചാശത്തമോऽധ്യായഃ. മുചുകുന്ദ ഉവാച. വിമോഹിതോऽയം ജന ഈശമായയാ ത്വദീയയാ ത്വാം ന ഭജത്യനർത്ഥദൃക്. സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിതഃ. ലബ്ധ്വാ ജനോ ദുർലഭമത്ര മാനുഷം കദഞ്ചിദവ്യംഗമയത്നതോ നഘ. പദാരവിന്ദം ന ഭജത്യസന്മതിഃ ഗൃഹാന്ധകൂപേ പതിതോ യഥാ പശുഃ. മമൈഷ കാലോചിത നിഷ്ഫലോ ഗതോ രാജ്യശ്രിയോന്നദ്ദമദസ്യ ഭൂപതേഃ. മർത്യാത്മബുദ്ധേഃ സുദതാരകോശഭൂഷു ആസജ്ജമാനസ്യ ദുരന്തചിന്തയാ. കളേബരേസ്മിൻ ഘടകുഡ്യസന്നിഭേ നിരൂഢമാനോ നരദേവ ഇത്യഹം. വൃതോരദേ ഭാശ്വപദാത്യനീകപൈഃ ഗാം പര്യടൻ ത്വാ ഗണയൻ സുദുർമദഃ. പ്രമത്തമുച്ചൈർ ഇതി കൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം. ത്വമപ്രമത്തഃ സഹസാഭിപദ്യസേ ചുല്ലേലിഹാനോ ഹിരിവാഘുമന്ദകഃ. പുരാരതൈർഹേമ പരിഷ്കൃതൈശ്ചരन् മതംഗജൈർവാ നരദേവ സംജ്ഞിതഃ. സ ഏവ കാലേന ദുരത്യയേന തേ കളേബരോ വിക്രമി ഭസ്മ സംജ്ഞിതഃ. നിർജിത്യ ദിക്ചക്രമഭൂത വിഗ്രഹോ വരാസനസ്ഥഃ സമരാജവന്ദിതഃ. ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഷിതാം ക്രീഡാമൃഗഃ പൂരുഷൈഷ നീയത്തെ. കരോതി കർമാണി തപസ്സു സുനിഷ്ഠിതോ നിവൃത്തഭോഗസ്തതപേക്ഷയാ ദദത്. പുനശ്ച ഭൂയേയമഹം സ്വരാടിതി പ്രവൃദ്ധതർഷോ ന സുഖായ കൽപ്പത്തെ. ഭവാപവർഗോ പ്രമതോ യദാ ഭവേത് ജനസ്യ തർഹ്യച്യുത സൽസമാഗമഃ. സൽസംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാവരേശേ ത്വയി ജായത്തെ മതിഃ. മന്യേ മമാനുഗ്രഹ ഈശത്തെ കൃതോ രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ. യഃ പ്രാർത്ഥ്യതേ സാധുഭിരേകചര്യയാ വനം വിവിക്ഷദ്ഭിർ അഖണ്ഡഭൂമിപൈഃ. ന കാമയേന്യം തവ പാദസേവനാത് അകിഞ്ചന പ്രാർത്ഥ്യതമാദ്വരം വിഭോ. ആരാധ്യ കസ്ത്വാം ഹ്യപവർഗതം ഹരേ വൃണീത ആര്യോ വരമാത്മബന്ധനം. തസ്മാദ് വിസൃജ്യാശിഷ ഈശ സർവതോ രജസ്തമഃ സത്വഗുണാനുബന്ധനാഃ. നിരഞ്ജനം നിർഗുണമദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം വ്രജാമ്യഹം. ചിരമിഹ വൃജിനാർത്തസ്തപ്യമാനോനുതാപൈഃ ആവിദൃശഷഡമിത്രോ ലബ്ധശാന്തിഃ കദഞ്ചിത്. ശരണദ സമുപേദസ്ത്വൽപദാബ്ജം പരാത്മൻ
അഭയമൃതമശോകം പാഹി മാപന്നമീശ. ശ്രീഭഗവാനുവാച സാർവഭൗമ മഹാരാജ മതിസ്തേ വിമലാർജിത വരൈഃ പ്രലോഭിതസ്യാഭീന കാമൈർവിഹതായതഃ. പ്രലോഭിതോ വരൈര്യത്വമപ്രമാദായ വിദ്ധി തത് ന ധീർമയ്യേകഭക്താനാം ആശീർഭിർഭിദ്യത്തെ ക്വചിത്. യുഞ്ജാനാനാമഭക്താനാം പ്രാണായാമാദിഭിർമനഃ അക്ഷീണവാസനം രാജൻ ദൃശ്യത്തെ പുനരുത്ഥിതം. വിചരസ്വമഹീം കാമം മയ്യാവേശിതമാനസഃ അസ്ത്വേവ നിത്യദാ തുഭ്യം ഭക്തിർമയ്യനപായിനി. ക്ഷാത്രധർമ്മസ്ഥിതോ ജന്തൂന്യവധീർമൃഗയാദിഭിഃ സമാഹിതസ്തത്തപസാ ജഹ്യഘം മധുപാശ്രിതഃ. ജന്മന്യനന്തരേ രാജൻ സർവഭൂതസുഹൃത്തമഃ ഭൂത്വാ ദ്വിജവരസ്ത്വം വൈ മാമുപൈഷ്യസി കേവലം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ മുചുകുന്ദസ്തുതിർ നാമ ഏകപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. അപ്പോൾ കാലയവനനെ മുചുകുന്ദനെ കൊണ്ട് കൊല്ലിച്ചു ഭഗവാൻ. അതിനുശേഷം ഗുഹയിൽ ഭഗവാൻ സ്വയം മുചുകുന്ദന് ദർശനം കൊടുത്തതും ഭഗവാന്റെ ആ കാന്തിയും ഗാംഭീര്യവും കണ്ട് അങ്ങ് ആരാണ് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വിശദമായി മുചുകുന്ദൻ ചോദിച്ചതും ഭഗവാൻ തൻ്റെ തത്വം അഥവാ രഹസ്യങ്ങൾ, താൻ അനേക ജന്മങ്ങൾ, അനേക കർമ്മങ്ങൾ, അനേക നാമങ്ങൾ എടുത്തിട്ടുള്ള ആളാണ്, ഇപ്പോൾ ഇതാ വസുദേവരുടെ പുത്രനായി വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, ഭൂമിയുടെ ഭാരം തീർക്കാൻ ബ്രഹ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ടു വന്നതാണ്, ഇപ്പതാ കുറേ ഭാരം തീർത്തു കഴിഞ്ഞു, കംസനെയും പ്രലംബാദികളെയൊക്കെ വധിച്ചു, അങ്ങയെക്കൊണ്ട് യവനെയും ഇതാപ്പോ വധിപ്പിച്ചു, അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഗുഹയിൽ വന്നു ചേർന്നിരിക്കുന്നത്. കാരണം അങ്ങ് പൂർവ്വജന്മത്തിൽ എന്നെ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ദർശനത്തിനായിക്കൊണ്ട്. അതുകൊണ്ട് അങ്ങ് ഇഷ്ടമുള്ള വരം വരിച്ചുകൊള്ളുക, അങ്ങേക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഞാനത് സാധിച്ചു തരും. എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പിന്നീട് ശോചിക്കുവാൻ അർഹിക്കുന്നില്ല. ഇങ്ങനെ ഭഗവാൻ മുചുകുന്ദനോട് വരം ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടതായിട്ടുള്ള സമയത്ത് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്ന് അറിഞ്ഞ് ഗർഗവാക്യത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുചുകുന്ദ ഉവാച എന്നുള്ള മുചുകുന്ദ സ്തുതി ആരംഭിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 ശ്ലോകങ്ങൾ കണ്ടു. നമ്മൾ ഓരോരുത്തരും ഈ മുചുകുന്ദനെ പോലെ ആവണം. മുചുകുന്ദം എന്നുള്ളതൊരു പൂവിൻ്റെ പേരും കൂടിയാണ്. കുന്തം എന്ന് പറഞ്ഞാൽ മല്ലികയാണ്, അല്ലേ? നല്ല മണമുള്ള മല്ലികയാണ് കുന്തം, കുരുക്കുത്തിമുല്ല. മുചുകുന്ദം എന്നുള്ളത് ചെമ്പകത്തിൻ്റെ വാസനയുള്ള ഒരു മുല്ലപ്പൂവാണ്. അപ്പോൾ സദ്വാസന, അതാണ് മുചുകുന്ദത്വം. നമ്മുടെ ഉള്ളിലും സദ്വാസന ഉണ്ടായി നമ്മൾ ഓരോരുത്തരും ഓരോ മുചുകുന്ദങ്ങളായി തീരട്ടെ.
എന്താണ് സദ്വാസന? ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ശ്രദ്ധയും അതിലൂടെ ചിത്തശുദ്ധിയും അതിലൂടെ മോക്ഷ ഇച്ഛയും മുമുക്ഷുത്വം, അതാണ് മുചുകുന്ദത്വം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ മുചുകുന്ദത്വം വളർന്നു വരുമ്പോൾ, സദ്വാസന വളർന്നു വരുമ്പോൾ നമ്മൾക്കും ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹമുണ്ടാകും. അതാണ് ഇവിടെ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ആ ഒരു അനുഗ്രഹം. അപ്പോൾ തൻ്റെ ജീവിതം ഇത്രകാലം പാഴായിപ്പോയതിനെ പശ്ചാത്തപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ഞാൻ ഇത്രയും കാലം ഭഗവാനെ ഭജിച്ചില്ല. എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം വളരെ വ്യർത്ഥമായി പോയി, വിഷയസുഖങ്ങളുടെ പുറകെ പോയി. പിന്നീട് വളരെ കാലം ദേവലോകത്ത് രക്ഷകനായി കഴിച്ചുകൂട്ടി, അവിടെയും കാലം പോയി. അവിടുന്ന് തിരിച്ചു വന്ന് ഉറങ്ങിയും കാലം പോയി. അപ്പോൾ ഇനി ഒരു നിമിഷം പോലും എനിക്ക് കളയാനില്ല. എന്നെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ ആ ഒരു ദർശനത്തിന് അല്ലെങ്കിൽ ജ്ഞാനത്തിനുള്ള അനുഗ്രഹം നൽകിയാലും മോക്ഷം നൽകിയാലും എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ കണ്ടു. അല്ലയോ ഈശ, ഈ ലോകത്തിലുള്ള ജനങ്ങൾ അയം ജനഃ തവ മായയാ വിമോഹിത ത്വദീയയാ മായ, അങ്ങയുടേതായിട്ടുള്ള മായ കൊണ്ട് വിമോഹിതരാണ്. അനർത്ഥ ദൃഷ്ടിയോടുകൂടിയവർ, പ്രയോജനമില്ലാത്ത ദൃഷ്ടിയോടുകൂടിയവർ, അനർത്ഥ വസ്തുക്കളിൽ ദൃഷ്ടിയോടുകൂടിയവർ, പരമാർത്ഥം ദർശിക്കാത്തവർ, അങ്ങയെ ന ഭജതി, അങ്ങയെ ഭജിക്കുന്നില്ല ഈ ജനം. എന്നിട്ടോ സുഖമന്വേഷിച്ച് ദുഃഖപ്രഭവേഷു സജ്ജതേ, സുഖമന്വേഷിച്ച് സുഖത്തിന്റെ പ്രഭവത്തിലാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ മൂഢജനങ്ങൾ മോഹിതരായിട്ട് ദുഃഖപ്രഭവേഷു സുഖായ സജ്ജത, ഒരു വസ്തു ഇല്ലാത്തിടത്ത് അതിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, അതിൽ ആസക്തമായിരിക്കുന്നു. അതെവിടെയാണത്? ഗൃഹേഷു. ദുഃഖപ്രഭവ കേന്ദ്രമാണ് ഈ ഗൃഹങ്ങളെല്ലാം. അവിടെ സുഖമൊട്ടും ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലേ? ഓരോരുത്തരോടും ചോദിച്ചാൽ എണ്ണി 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 പറയാനുണ്ട്. ഓരോ ദിവസവും അനുഭവിക്കുന്ന ദുഃഖ പരമ്പരകളെക്കുറിച്ച് ഓരോരുത്തർക്കും ഗൃഹസ്ഥന്മാർക്ക് പറയാനുണ്ട്. പക്ഷേ എന്നിട്ടും അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ ധൈര്യമില്ല. പുറത്ത് കടന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഭയം കൊണ്ട് ആരും പുറത്ത് കിടക്കുന്നില്ല. എന്നിട്ട് ഇത് തന്നെ സുരക്ഷിതം എന്ന് കരുതി ഇരിക്കുകയാണ്. ആ ഒരു എന്താ പറയുക, ദുഃഖസ്ഥാനങ്ങൾ കംഫർട്ടബിളായി മാറിയിരിക്കുകയാണ്, കംഫർട്ട് സോണായി മാറിയിരിക്കുകയാണ്. ഔദുംബരത്തിൽ മശകത്തിന് തോന്നും ഇതിന്മീതേ കഥാപി സുഖമില്ലെന്ന്, അല്ലേ? അത്തിപ്പഴത്തില് പുഴുക്കൾക്കും ഈച്ചകൾക്കും ഒക്കെ തോന്നുന്നത് പോലെ മറ്റ് പ്രാണികളൊക്കെ ഈ അത്തിപ്പഴത്തെ കൊത്തിക്കൊണ്ട് അതിൽ തന്നെ പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഇതിന്മീതേ കഥാപി സുഖമില്ലെന്ന്, ഒരിടത്തും സുഖമില്ല എന്ന്. അതുപോലെയാണ് നമ്മളെയും ഈ ഗൃഹത്തിൽ, ഈ ഗൃഹമാകുന്ന അത്തിപ്പഴത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പുഴുക്കളായിരിക്കുന്നത് നമ്മളൊക്കെ. അപ്പോൾ ദുഃഖപ്രഭവേഷു സുഖായ സജ്ജതേ, ദുഃഖപ്രഭവേഷു ഗൃഹേഷു, ഗൃഹങ്ങളിൽ സുഖത്തിനായി ഒട്ടിയിരിക്കുന്നു. യോഷിത് പുരുഷശ്ച വഞ്ചിത, സ്ത്രീകൾ പുരുഷനാകുന്ന മായയാലും പുരുഷന്മാർ സ്ത്രീകളാകുന്ന മായയാലും വഞ്ചിതരായിരിക്കുന്നു. പരസ്പരം സുഖം തരും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് വഞ്ചിതരായിരിക്കുന്നു. വാസ്തവത്തിൽ രണ്ടുപേരും വന്നിരിക്കുന്നത് രണ്ടുപേരുടെ പ്രാരബ്ധങ്ങളെയും കൊണ്ടാണ്, രണ്ടുപേരുടെ വാസനകളെ കൊണ്ടാണ്. നിങ്ങൾക്ക് സുഖം തരാനായിട്ട് വന്നതല്ല, അവരുടെ സ്വയം സുഖം അന്വേഷിച്ച് വന്നവരാണ്. അപ്പം നിങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നാണ് എതിർകക്ഷികൾ ചിന്തിക്കുന്നത്. എത്ര സുഖം മറ്റ് പാർട്ട്ണറിൽ നിന്ന് തനിക്ക് നേടിയെടുക്കാം, തനിക്ക് അനുകൂലമാക്കി എങ്ങനെ അയാളെ മാറ്റിയെടുക്കാം
അല്ലെ, തന്റെ സ്വഭാവത്തിനനുസരിച്ച്, തന്റെ കംഫർട്ട്സിനനുസരിച്ച് മറ്റേയാളുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം എന്നാണ് ദമ്പതികളൊക്കെ വിചാരിക്കുന്നത്. പുരുഷൻ സ്ത്രീയുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നു, സ്ത്രീ പുരുഷന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നു. അവസാനം രണ്ട് പേരും ഒരുപോലെ നായിന്റെ വാൽ പോലെ തന്നെ ഒരിക്കലും നിവരാതിരിക്കുന്നു. പിന്നെ അതുമായിട്ട് യൂസ്ഡ് ആവുന്നു. അപ്പോൾ കുറെ 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 കഷ്ടപ്പെട്ടിട്ടാണ് ഇത് തിരിച്ചറിയുക എന്ന് മാത്രം. കുറെ കാലം കഴിയുമ്പോഴേ ഇത് വകതിരിവുണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ തന്നെയാണ്. ഈ നായിന്റെ വാല് എത്ര കാലം കുഴലിലിട്ടാലും നിവരാൻ പോകുന്നില്ല എന്നുള്ളത് അറിയുമ്പോഴേക്കും കുറേ അധ്വാനം കഴിഞ്ഞിട്ടുണ്ടാവും, കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടാവും, കുറേ ഊർജം പോയിട്ടുണ്ടാവും. നേരത്തെ മനസ്സിലാക്കിയാൽ രണ്ടുപേർക്കും പരസ്പരം എന്താ പറയുക, സഹായിക്കാൻ ശ്രമിക്കാം. ഞാൻ ബലം പിടിച്ചതുകൊണ്ട് മറ്റേയാൾ മാറാൻ പോകുന്നില്ല, ഞാൻ അങ്ങോട്ട് അനുകൂലമായി വഴങ്ങിക്കൊടുക്കാം. അപ്പോൾ അയാളും ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം വർദ്ധിച്ച് ഇങ്ങോട്ട് വഴങ്ങിത്തരും. അങ്ങനെ രണ്ടു കൂട്ടരും പരസ്പരം അവരവരുടെ സ്വഭാവം മനസ്സിലാക്കി അല്പാൽപ്പം വിട്ടുവീഴ്ചകൾ ചെയ്ത് പരസ്പരം സ്നേഹത്തോടെ അക്കോമഡേറ്റ് ചെയ്ത് കഴിയുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം ഒരു മത്സര രംഗമായി മാറുന്നു. ഞാനോ മേലെ നീയോ മേലെ എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ തലമുറയിൽ അത് വർദ്ധിച്ചു വരുന്നു. അവർക്ക് ടോളറൻസ്, സഹിഷ്ണുത്വം വളരെ കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആവുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ യോഷിത് പുരുഷശ്ച വഞ്ചിത, ഒരുപാട് പറയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരുടെയും അനുഭവമാണല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഈ ജനങ്ങൾക്ക് മനുഷ്യജന്മം, അതിദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം എങ്ങനെയോ കിട്ടി. കഥഞ്ചിത് ലബ്ധ്വ, അവ്യംഗം, ഒരു അംഗവൈകല്യവും ഇല്ലാത്ത, വ്യംഗമല്ലാത്ത പൂർണ്ണതയുള്ളതായിട്ടുള്ള ശരീരമാണ് ഈ സൃഷ്ടിയിൽ വെച്ച് എല്ലാം തികഞ്ഞൊരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി. അങ്ങനെയുള്ള അവ്യംഗമായിട്ടുള്ള ഈ ശരീരം അയത്നതഃ, യാതൊരു യത്നവും കൂടാതെ ഈശ്വര കാരുണ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇരുന്നിട്ടും അസന്മതിയായിട്ട്, അസത്തിൽ മതിയോടുകൂടിയവനായിട്ട്, സത്തിലല്ല അവന്റെ മതി, ഈ വിഷയങ്ങളിൽ, നശിച്ചു പോകുന്ന വസ്തുക്കളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഭഗവാന്റെ പാതാരവിന്ദം ഭജിക്കാതെ, ഭഗവാന്റെ പാതാരവിന്ദം ഭജിക്കുന്നവരാരാണ്? സന്മതികളാണ്, സത്തിൽ മതിയോടുകൂടിയവർ. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി എന്ന് പറയുന്നവരാണ് സന്മതികൾ. അപ്പൊ നമ്മളൊക്കെ ഈ ഭാഗവതം ഇങ്ങനെ ആസ്വദിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ സന്മതികളാണ്. ഇവിടെ അതല്ലാത്ത അസന്മതികളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ പാതാരവിന്ദം ഭജിക്കാത്ത അസന്മതികൾ. ഗൃഹാന്തഗോപേ പതിതോ യഥാ പശു, ഒരു പശു അതിന്റെ മൗഢ്യം കൊണ്ട് പുല്ല് മൂടിക്കിടക്കുന്ന പൊട്ടക്കിണറ്റിൽ പോയി വീഴുന്നത് പോലെ ഗൃഹമാകുന്ന പൊട്ടക്കിണറ്റിൽ സുഖമുണ്ടെന്ന് കരുതി വീണ് കയ്യും കാലൂട്ട് അടിച്ചോണ്ടിരിക്കുന്നു. ഇത് ലോക സ്വഭാവം പറഞ്ഞിട്ട് തന്റെ കാര്യവും പറയണു. മമൈഷകാലോചിത നിഷ്ഫലോകതോ, എന്റെ എത്രയും കാലം ഫലമില്ലാതെ പോയി. രാജ്യശ്രീയോന്നദ്ധമതസ്യ ഭൂപതേഹേ, ഭൂപതിയായിരുന്ന ഞാൻ എന്റെ രാജ്യ ഐശ്വര്യം കൊണ്ട് വർദ്ധിച്ച മതത്തോടു കൂടിയവനായിരുന്നു. മർത്യാത്മബുദ്ധേഹേ, ഈ മരിച്ചു പോകുന്ന ശരീരത്തിൽ ആത്മബുദ്ധിയോടുകൂടിയവനായി. സുതദാരകോശഭൂഷു ആസജ്ജമാനസ്യ, എന്റെ മക്കള്, എന്റെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യമാർ, അതുപോലെ ധനധാന്യങ്ങൾ, ഭൂമി മുതലായതിലൊക്കെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ദുരന്ത ചിന്തയാ, അവസാനമില്ലാത്ത ആഗ്രഹങ്ങളോടുകൂടി ഞാന് ഈ ശരീരത്തില് അഭിമാനിച്ചുകൊണ്ട് രാജാവാണെന്നൊക്കെ കരുതി കഴിച്ചുകൂട്ടി. കളേബരേസ്മിൻ ഗടകുഡ്യസന്നിഭേ നിരൂഢമാനോ നരദേവ ഇത്യഹം, ഒരു
മൺകലത്തിനോ അല്ലെങ്കിൽ ഒരു ചുമരിനോ മൺചുമരിനോ തുല്യമായിട്ടുള്ള ജഡമായിരിക്കുന്ന ചൈതന്യരഹിതമായിരിക്കുന്ന ഈ ശരീരത്തിൽ നരദേവ ഞാൻ രാജാവാണ് എന്നുള്ള നിരൂഢമാന വർദ്ധിച്ച മാനത്തോടെ അഭിമാനത്തോടു കൂടിയവനായിട്ട് രഥ ഇവ അശ്വപദാദി അനീകപൈഹി വൃത ചതുരംഗ സൈന്യ നായകന്മാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് ഗാംപര്യടൻ ത്വാഗണയൻ സുദുർമദ ഭൂമിയെ സഞ്ചരിച്ചു, ഭൂമിയെ ജയിച്ചുകൊണ്ട് നടന്നു, അങ്ങയെ ഗണിക്കാതെ അങ്ങയെ അവഗണിച്ചുകൊണ്ട് പ്രമത്തമുച്ചൈരിധികൃത്യ ചിന്തയാ പ്രവൃദ്ധലോപം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാ വിപദ്യസേ ക്ഷുല്ലേലിഹാനോ അഹിരിവാകുമന്തക. എന്നാൽ ഇതികൃത്യ ചിന്തയാ പ്രമത്തം, ഞാൻ ഇന്നെന്ന കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഇന്നെന്ന കർത്തവ്യങ്ങളുണ്ട്, ഇന്നെന്ന പ്രാപ്തവ്യങ്ങളുണ്ട് എന്നിങ്ങനെ കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി അതിക്രമിച്ചവനായിട്ട് അധികമുള്ളവനായിട്ട് ഉച്ചൈഹി പ്രമത്തം നല്ലതുപോലെ പ്രമാദം ബാധിച്ചവനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വിവേകം നഷ്ടപ്പെട്ടവനായി പ്രവൃദ്ധ ലോഭം വർദ്ധിച്ച ലോഭത്തോടു കൂടിയവനായി വിഷയേഷു ലാലസം ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ മുഴുകിയവനായി ആസക്തനായി അങ്ങനെ കഴിയുമ്പോൾ അങ്ങനെയുള്ള ജീവന്മാരെ അപ്രമത്തത്വം യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ആലസ്യവുമില്ലാത്ത അനിമേഷനായ അങ്ങ്, അല്പനേരം പോലും കണ്ണടയ്ക്കാത്ത കാലസ്വരൂപനായ അങ്ങ് സഹസാ അഭിപദ്യസേ പെട്ടെന്ന് ചാടി വീഴുന്നു. ഏതു രൂപത്തിൽ? കാലരൂപത്തിൽ. ഏതുപോലെ? രണ്ടു വശത്തേക്കും വിശപ്പ് കൊണ്ട് നാവ് നീട്ടി ഇരയെ അന്വേഷിക്കുന്ന ഒരു പാമ്പ് എലിയെ പിടിക്കും പോലെ വന്ന് എന്നെ പിടിക്കുന്നു. ചുല്ലേലിഹാനോ അഹിരിവാഘുമന്തക. അന്തകനാണ്. അന്തകൻ ഒരു അഹിയെ പോലെ വന്ന് ആഘുവിനെ പിടിക്കും പോലെ എന്നെ വന്ന് പിടിക്കുന്നു. അപ്പൊ ഞാനൊരു ആഘു, അന്തകനൊരു അഹി. കാലസ്വരൂപനായിട്ടുള്ള അങ്ങ് തന്നെയാണ് വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കാത്ത സന്ദർഭത്തിൽ. ഞാനിങ്ങനെ എൻ്റെ മനക്കോട്ടകൾ കെട്ടി ഇനി ഇന്ന സാമ്രാജ്യം പിടിക്കണം, ഇന്ന രാജ്യം പിടിക്കണം, ഇന്ന ഭോഗങ്ങൾ അനുഭവിക്കണം, ഇങ്ങനെ ഞാൻ ഭ്രമിച്ചുകൊണ്ട് നടക്കുമ്പോൾ എവിടെ നിന്നറിയാതെ ചാടി വീഴുന്നു അങ്ങ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത ശ്ലോകം മുതൽ കാണാം. പ്രമത്തമുച്ചൈർ ഇതികൃത്യ ചിന്തയാ പ്രവൃദ്ധലോഭം വിഷയേഷു ലാലസം. അതാണല്ലോ പറഞ്ഞല്ലേ. ത്വമപ്രമത്ത സഹസാ വിപദ്യസേ ചുല്ലേലിഹാനോ ഹിരിവാകുമന്തകഃ പുരാരഥൈർ ഹേമപരിഷ്കൃതൈശ്ചരൻ മതംഗജൈർവാ നരദേവ സംജ്ഞിതഃ സയേവ കാലേന ദുരത്യയേന തേ കളേവരോ വിക്രമി ഭസ്മസംജ്ഞിതഃ പുരാരഥൈർഹേമപരിഷ്കൃതൈശ്ചരൻ മതംഗജൈർവാ നരദേവ സംജ്ഞിതഃ സയേവ കാലേന ദുരത്യയേന തേ കളേവരോ വിക്രമി ഭസ്മസംജ്ഞിതഃ. ഞാനും എന്നെ പോലെയുള്ള പല രാജാക്കന്മാരും എന്ത് ചെയ്തു? പുരാ ഹേമപരിഷ്കൃതൈരഥൈഹി മതംഗജൈഹി ചരൻ നരദേവ സംജ്ഞിതഃ സയേവ കളേവരഃ തേ ദുരത്യയേന കാലേന വിക്രമി ഭസ്മസംജ്ഞിതഃ. അപ്പോ പണ്ട് മുമ്പ് ഞാനുമത് എന്നെ പോലെയുള്ള രാജാക്കന്മാരും ഹേമപരിഷ്കൃതൈഹി രഥൈഹി സ്വർണം കൊണ്ട് അലങ്കരിച്ചതായിട്ടുള്ള രഥങ്ങളിൽ, ആ രഥങ്ങളെ കൊണ്ടോ മതംഗജൈഹി അല്ലെങ്കിൽ വലിയ വലിയ മതയാനകളുടെ പുറത്തോ ഒക്കെ ഞാൻ ചരന് സഞ്ചരിക്കുന്നവനായി
നരദേവ സംജ്ഞിത. ഞാൻ ആരാ? നരദേവനാണ്, രാജാവാണ് എന്നുള്ളതായിട്ടുള്ള സംജ്ഞയോടുകൂടി, അഭിമാനത്തോടുകൂടി തേരിലും വലിയ വലിയ ആനപ്പുറത്തുമൊക്കെ ഞാൻ സഞ്ചരിച്ചു. എൻ്റെ ശരീരം വളരെ വിശിഷ്ടമാണ്, ഇത് ആനപ്പുറത്തിരിക്കേണ്ടതാണ്, ഇത് സ്വർണ്ണരഥത്തിലിരിക്കേണ്ടതാണെന്നൊക്കെ ഞാൻ കരുതി. അങ്ങനെ ഞാൻ ഇതിനെ കൊണ്ട് എഴുന്നള്ളിച്ചു. എന്നാൽ സയേവ കളേവരഹ, അതേ കളേവരം തന്നെ, ഈ ആനപ്പുറത്തും തേരിലൊക്കെ എഴുന്നള്ളിച്ച അതേ ശരീരം തന്നെ, തേ ദുരത്യയേന കാലേന, ആർക്കും ജയിക്കാൻ കഴിയാത്ത, മറുകര കാണാൻ കഴിയാത്ത, അത്യയം ചെയ്യാൻ പറ്റാത്ത കാലത്താൽ, അങ്ങയുടെ കാലസ്വരൂപത്താൽ വിക്രമി ഭസ്മസംജ്ഞിത, ഇതിന് പേരുമാറ്റം ചെയ്യപ്പെട്ടു. നരദേവ സംജ്ഞിത, വിക്രമി ഭസ്മസംജ്ഞിത. അപ്പൊ പുരാ നരദേവ സംജ്ഞിത, പിന്നീട് ഭാവിയില് വിക്രമി ഭസ്മ സംജ്ഞകൾ വന്നു ചേരുന്നു. വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഈ നരദേവനാണെന്ന് പറഞ്ഞു നടക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? എന്തായിത്തീരുന്നു? ഭാവിയില് കാലത്താൽ ഇതേ നരദേവ സംജ്ഞയോടുകൂടി തേരിൽ എഴുന്നള്ളിച്ചു കൊണ്ടിരുന്ന ഇതേ സാധനം പിന്നീട് വിട്ടായി മാറുന്നു, കൃമിയായി മാറുന്നു, ഭസ്മമായി മാറുന്നു, ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്നു. വിട്ട് എന്ന് പറഞ്ഞാൽ മലം. അപ്പോ എൻ്റെ ശരീരത്തെ ഏതെങ്കിലും ജന്തുക്കൾ ഭക്ഷിച്ചാൽ, കുറുക്കന്മാരോ ചെന്നായ്ക്കളോ കഴുകന്മാരോ കഴുതപ്പുലികളോ സിംഹാദികളോ ഒക്കെ എൻ്റെ ശരീരത്തെ ഭക്ഷിച്ചാൽ അവരുടെ മലമായി തീരും ഈ ശരീരം. അപ്പൊ അതെന്തായി? എൻ്റെ ഈ നരദേവ സംജ്ഞിത കളയവരഹ വിട്ട് സംജ്ഞയോടുകൂടിയതായി ഭവിച്ചു. ഇനി അഥവാ അങ്ങനെ വലിയ മൃഗങ്ങളൊന്നും ഭക്ഷിച്ചില്ലെങ്കിലോ അത് കൃമികളായി തീരും. ഈ ശരീരം തന്നെ കൃമികൾ തിന്ന് കൃമികളായി ഭവിക്കും. അപ്പൊ കൃമി സംജ്ഞിതമായി തീരും. ഒന്നുകിൽ കൃമിയായി തീരും, അല്ലെങ്കിൽ മലമായി തീരും. ഇനി അതൊന്നുമില്ല, ആരെങ്കിലും എന്നെ മാന്യമായിട്ട് ബഹുമാനത്തോടെ ദഹിപ്പിച്ചു എങ്കിൽ ഭസ്മം അഥവാ ചാരമായി തീരും. ഈ മൂന്നാണ് തീരാൻ പോകുന്നത്. ഒന്നുകിൽ മലം, വല്ല ജന്തുക്കളുടെയും മലമായിട്ട് തീരും, അല്ലെങ്കിൽ കൃമികളായി തീരും, അല്ലെങ്കിൽ ചാരമായി തീരും. ഈ സാധനത്തിനെയാണ് ഞാൻ ഇത്രയും കാലം രഥത്തിൽ, സ്വർണം കെട്ടിയ രഥത്തിലേ ഞാൻ എഴുന്നള്ളുള്ളൂ, അല്ലെങ്കിൽ വലിയ വലിയ മതയാനകൾ, കൊമ്പനാനകളുടെ പുറത്ത് ആലവട്ട വെഞ്ചാമരങ്ങളോടുകൂടി കുടപിടിക്കപ്പെട്ട് ഞാൻ എഴുന്നള്ളൂ എന്നൊക്കെ മട്ടിൽ ഞാൻ നടന്നിരുന്നു. അതേ ശരീരമാണ് ഞാൻ മുമ്പുള്ള പൂർവീകരായ രാജാക്കന്മാരെ കാണേണ്ടതായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു? അവരൊക്കെ ഇപ്പോൾ ഒന്നുകിൽ വിട്ട്, അല്ലെങ്കിൽ കൃമി, അല്ലെങ്കിൽ മറ്റേ ഭസ്മ സംജ്ഞകളിൽ അറിയപ്പെടുന്നു. ഇത് കണ്ട എനിക്കെങ്കിലും വിവേകമുണ്ടാവണ്ടേ? ഈ ശരീരത്തെ പൊക്കിക്കൊണ്ട് നടക്കാതിരിക്കണ്ടേ? ഇതിൽ അഭിമാനിക്കാതിരിക്കണ്ടേ? പക്ഷെ മായ കൊണ്ട് മോഹിതനായിട്ട് ഇതുതന്നെ ഞാനും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങാണ് കാലസ്വരൂപനായിട്ടുള്ള അങ്ങ് വന്ന് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ എന്നെ രാജാവാണെന്ന് വിലസി നടന്നിരുന്നതായിട്ടുള്ള എന്നെ, ഈ ശരീരത്തെ മലമായോ ഭസ്മമായോ കൃമിയായോ പരിണമിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഈ വിവേകം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ പേരിൽ ഇത്രയൊക്കെ അഹങ്കരിക്കേണ്ടതുണ്ടോ, അഭിമാനിക്കേണ്ടതുണ്ടോ? ഇത് രാജശരീരമാണ്, ദിവ്യമാണ്, ഗംഭീരമാണ്, വിഡ്ഢിത്തരം, മൗഢ്യം. എല്ലാ ശരീരങ്ങളും ഇതുതന്നെയാണ്, എല്ലാം ജഡമാണ്, എല്ലാം ഭസ്മമാകാനുള്ളതോ കൃമിയാകാനുള്ളതോ മലമാകാനുള്ളതോ ആണ്. അതുകൊണ്ട് ആരുടെ ശരീരത്തിനും പ്രത്യേകിച്ച് വൈശിഷ്ട്യമൊന്നുമില്ല എന്നറിഞ്ഞ് ഇതിൽ ഭ്രമിക്കാതിരിക്കുക. അല്ലേ? സപ്തധാതുക്കൾ നിറഞ്ഞിരിക്കുന്ന മലഭാണ്ഡമാണിത്. ആ മലഭാണ്ഡത്തിൽ അഭിമാനിക്കാതിരിക്കുക. പക്ഷേ ഞാനത് അവിവേകം കൊണ്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ അഭിമാനിച്ചു കൊണ്ടേയിരുന്നു. നിർജിത്യ ദിക്സക്രമഭൂത വിഗ്രഹോ വരാസനസ്ഥ സമരാജവന്ദിതഃ
ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഷിതാം ക്രീഡാമൃഗഃ പൂരുഷ ഈശ നീയത്തെ. നിർജിത്യ ദിക്ചക്രമഭൂത വിഗ്രഹോ വരാസനസ്ഥഃ സമരാജവന്ദിതഃ. ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഷിതാം ക്രീഡാമൃഗഃ പൂരുഷ ഈശ നീയത്തെ. രാജാവാണെന്ന് വിലസി നടന്നുകൊണ്ട് ഞാൻ ദിക്മണ്ഡലങ്ങളെയെല്ലാം ജയിച്ചു, ദിഗ്വിജയം നടത്തി. അതാണ് ദിക്ചക്രം നിർജിത്യ. ദിക്ചക്രം, ദിക്കുകളുടെ ചക്രം, മണ്ഡലം, സമൂഹം. അപ്പൊ ഭൂമണ്ഡലത്തെ, ദിക്കുകളെയെല്ലാം നിർജിത്യ, നിതരാം ജിത്വ, ജയിച്ചിട്ട്, നല്ലതുപോലെ ജയിച്ചിട്ട്, അവിടുത്തെ രാജാക്കന്മാരെയൊക്കെ പരാജയപ്പെടുത്തി ഞാൻ ജയിച്ചിട്ട്, അഭൂത വിഗ്രഹ, എന്റെ നേരെ ആർക്കും യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാതെയായി. വിഗ്രഹം യുദ്ധം, അഭൂത വിഗ്രഹ യുദ്ധമില്ലാത്തവൻ, യുദ്ധം ഭവിക്കാത്തവൻ, എതിരാളികളില്ലാത്തവൻ എന്നർത്ഥം. അപ്പോൾ ലോകത്തിലെ എല്ലാ എതിരാളികളെയും ഞാൻ ജയിച്ചു, ദിക്കുകളെല്ലാം ജയിച്ചു. പക്ഷേ എന്ത് കാര്യം? എന്നിട്ടോ വരാസനസ്ഥഃ സമരാജവന്ദിതഃ, ആ ശ്രേഷ്ഠമായ ചക്രവർത്തി എന്നുള്ള പദത്തിൽ സിംഹാസനത്തിൽ ഞാൻ വിരാജിച്ചു. വരാസനസ്ഥഃ സമരാജവന്ദിതഃ, എന്നെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാർ, സമന്മാരായ രാജാക്കന്മാരെല്ലാം വന്ദിക്കപ്പെട്ടവനായി. എല്ലാവരും എന്നെ വന്ന് മുഖം കാണിക്കാനും എനിക്ക് കരം തരാനും ഒക്കെ ബാധ്യസ്ഥരായി. അങ്ങനെ ഞാൻ വലിയ ചക്രവർത്തിയായി. പക്ഷേ ലോകത്തിനെയൊക്കെ ഞാൻ മീശ പിരിച്ച് എല്ലാരെയും പറപ്പിച്ച് നിർത്തിയിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ പൂച്ചയായിരുന്നു. അതാണ് പറയുന്നത് ഇവിടെ. മൈഥുന്യസുഖേഷു ഗൃഹേഷു ക്രീഡാമൃഗഃ പൂരുഷഃ ഹേ ഈശ നീയതേ. മൈഥുന്യസുഖേഷു ഗൃഹേഷു, ആ മൈഥുന്യസുഖം ലഭിക്കുന്ന ഗൃഹത്തിൽ, ഗൃഹങ്ങളിൽ, അന്തഃപുരങ്ങളിൽ, യോഷിതാം ക്രീഡാമൃഗഃ, യോഷിത്തുകളുടെ, സ്ത്രീകളുടെ കയ്യിലെ കളിപ്പാട്ടമായി അല്ലെങ്കിൽ വളർത്തുമൃഗമായി, ക്രീഡാമൃഗം, പെറ്റനിമലായി മാറി. ആടുരാമ ചാടുരാമ എന്ന് പറയുമ്പോൾ അല്ലെ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്ക് കുഞ്ചിരാമനായി ആടുന്നിതു ചിലർ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അന്തഃപുരത്തിലെ രാജ്ഞിമാരുടെ, സ്ത്രീകളുടെ എല്ലാം കയ്യിലെ കളിപ്പാട്ടമായി ഞാൻ മാറിയിരുന്നു. എന്തുകൊണ്ട്? അവരോടുള്ള വിധേയത്വം കൊണ്ട്. അവരാണ് എനിക്ക് സുഖം തരുന്നവർ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട്. അപ്പൊ ലോകത്തെ മുഴുവൻ കൈയടക്കി, കീഴടക്കി, എല്ലാവരെയും വിറപ്പിച്ച് എല്ലാ രാജാക്കന്മാരും വന്ന് എന്നെ ബഹുമാനിച്ചിരുന്നപ്പോഴും ഞാൻ വീട്ടിനകത്ത്, അല്ലെ, പുറത്ത് പുലിയായിരുന്നെങ്കിലും അകത്ത് പൂച്ചയോ എലിയോ ഒക്കെ ആയിരുന്നു ഞാൻ. അവിടെ എൻ്റെ മീശ പിരിക്കലൊന്നും നടക്കില്ല. കാരണം അവർക്ക് എൻ്റെ വീക്ക്നെസ് നല്ലോണം മുതലെടുക്കാൻ അറിയാം. ഇപ്പൊ മൈഥുന്യസുഖേഷു ഗൃഹേഷു യോഷിതാം ക്രീഡാമൃഗഃ പൂരുഷഃ നീയതേ. അങ്ങനെ ഞാൻ നയിക്കപ്പെടുന്നു. അവര് പറയുന്നിടത്തേക്ക് ഞാൻ ചാടിക്കളിക്കുന്നു എന്നർത്ഥം. നമുക്ക് ദശരഥന്റെയൊക്കെ കഥയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള ക്രീഡാമൃഗമായി ഞാൻ ഭവിച്ചു. എന്നെ പോലെയുള്ള എത്രയോ ചക്രവർത്തിമാർ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ അവരുടെ പ്രതാപമൊക്കെ പുറത്തേ ഉള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിലേ ഉള്ളൂ. വീട്ടിനകത്ത് ഒരു പ്രതാപവുമില്ലാത്ത അടിമകളായിരുന്നു എന്ന്. ആ മായയുടെ ശക്തിയാണിതെല്ലാം. ചിന്തിക്കാൻ പറ്റാത്ത ശക്തിയാണ് ഈ മായയ്ക്കുള്ളത്. അപ്പൊ സ്ത്രീ രൂപത്തിലുള്ള മായ എന്നെ വഞ്ചിച്ച് ഇങ്ങനെ ഗൃഹത്തിലെ ഒരു ക്രീഡാമൃഗമാക്കി വഞ്ചിച്ചു. അപ്പൊ മുമ്പ് പറഞ്ഞതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനാണ് ഈ പറയുന്നതെല്ലാം. നിർജിത്യ ദിക്ചക്രം അഭൂത വിഗ്രഹോ വരാസനസ്ഥഃ സമരാജവന്ദിതഃ ഗൃഹേഷു മൈഥുന്യസുഖേഷു യോഷിതാം ക്രീഡാമൃഗഃ പൂരുഷ ഈശ നീയതേ. കരോതി കർമാണി തപസ്സു നിഷ്ഠിതോ നിവൃത്തഭോഗസ്തദപേക്ഷയാ ദദത് പുനശ്ച ഭൂയേയമഹം സ്വരാടിതി
പ്രവൃദ്ധതർഷോ ന സുഖായ കൽപ്പതേ. കരോതി കർമാണി തപസ്സു നിഷ്ഠിതോ നിവൃത്തഭോഗസ്തദപേക്ഷയാ ദദത് പുനശ്ച ഭൂയേയമഹം സ്വരാടിതി പ്രവൃദ്ധതർഷോ ന സുഖായ കൽപ്പതേ. ഇനി വേറെ ചിലര് എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടർ ഭോഗലാലസരായി വീട്ടിലെ അടിമകളെ പോലെ കഴിയുന്നുവെങ്കിൽ വേറെ ചിലര് ബലം പിടിച്ചുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണമൊക്കെ ചെയ്ത് പല വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് പല കർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്കുന്നു. പക്ഷെ അവിടെ പോയാലും ഒരു കാര്യമില്ല എന്നർത്ഥം. നിവൃത്തഭോഗ തപസ്സു നിഷ്ഠിത. നിവൃത്തഭോഗ, ഭോഗങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞവനായിട്ട്, നിവൃത്തി എന്ന് വെച്ചാൽ എല്ലാറ്റിൽ നിന്നും അടക്കിയവനായിട്ട്, സ്വയം ഇന്ദ്രിയ നിയന്ത്രണാദികളൊക്കെ ചെയ്ത് ഭോഗങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് തപസ്സുനിഷ്ഠിത, ഓരോ തരത്തിലുള്ള വ്രതങ്ങളും തപസ്സുകളുമൊക്കെ ഞാൻ എന്നെ പോലെയുള്ളവർ അനുഷ്ഠിക്കുന്നു. എന്നിട്ടോ പുനഃ ച സ്വരാട് ഭൂയേയം ഇതി, വീണ്ടും ഞാൻ സ്വരാടായി ഭവിക്കും. സ്വരാട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ രാജാവ്. ആ സ്വർഗരാജാവായി ഇന്ദ്രനായി ഭൂയേയം, ഐ വിൽ ബിക്കം, ഞാൻ ഭവിക്കും. അപ്പോ സ്വർഗത്തിലെ രാജാവാകാൻ, ഇന്ദ്രനാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കർമ്മങ്ങളും തപസ്സുകളും ഒക്കെ ചെയ്യുന്നത്. പലതരത്തിലുള്ള 100 അശ്വമേധയാഗങ്ങൾ ചെയ്യുന്നവനാണ് ഇന്ദ്രപദവിക്ക് യോഗ്യനായിത്തീരുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അല്ലേ? ഒരുപാട് വ്രതങ്ങൾ അനുഷ്ഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള വീണ്ടും ഞാൻ സ്വർഗത്തിലെ ഇന്ദ്രനായി ഭവിക്കും എന്ന് കരുതി തദപേക്ഷയാ ദദത്, അതിനുവേണ്ടി ഞാൻ അതിനെ അപേക്ഷിച്ചുകൊണ്ട് കുറെ ദാനാദികളൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പൊ കുറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് സ്വയം അനുഭവിച്ചില്ല, ദാനധർമ്മങ്ങൾ ചെയ്തു ഇന്ദ്രനായി ഭവിക്കാൻ വേണ്ടി. അങ്ങനെ പ്രവൃദ്ധതർഷഃ, തൃഷ്ണ പ്രവൃദ്ധമായവനായിട്ട്, അതാണ് പ്രവൃദ്ധതർഷഃ, അധിക ആഗ്രഹത്തോടു കൂടിയവനായിട്ട് കർമാണി കരോതി, പലതരത്തിലുള്ള കർമ്മങ്ങളെ, വൈദിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. പക്ഷേ ന സുഖായ കൽപ്പതേ, അതൊന്നും വാസ്തവത്തിൽ ആത്യന്തികമായ സുഖത്തെ നൽകുന്നില്ല അല്ലേ? വെറും താൽക്കാലികമായിട്ടുള്ള സുഖം, അല്പമായിട്ടുള്ള സുഖം മാത്രമാണ്. ഇപ്പൊ ദേവലോകത്ത് ചെന്ന് ഇന്ദ്രപദവി കിട്ടിയാൽ തന്നെ അവിടെ പോലും സ്വൈരമൊന്നുമില്ല. അവിടെയും കോമ്പറ്റീറ്റേഴ്സ് ധാരാളമുണ്ട്. തന്നെ പോലെ ഇന്ദ്രപദവിക്ക് മത്സരിക്കുന്ന അർഹരായിരിക്കുന്ന അനേകം പേര് ഭൂമിയിൽ വീണ്ടും അശ്വമേധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തനിക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അശ്വമേധയാഗങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മുടക്കാനായിക്കൊണ്ട് ഉറക്കമിളച്ച് കണ്ണ് തുറന്ന് കാവലിരിക്കണം. അല്ലെങ്കിൽ അവര് തന്റെ സ്ഥാനം തട്ടിയെടുക്കുമോ എന്നുള്ള ഭയം. അതുപോലെ മറ്റു ദേവന്മാരുമായിട്ടും പലതരത്തിലുള്ള അല്ലേ ഈഗോ ക്ലാഷുകൾ അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ മത്സരങ്ങളുണ്ട്. അവിടെയും പരിമിതമായ സുഖങ്ങളേ ഉള്ളൂ. അതുപോലെ വേറെ ചില അസുരന്മാര് തപസ് ചെയ്ത് ശക്തി ആർജിച്ച് ഹിരണ്യകശിപുവിനെ പോലെ, രാവണനെ പോലെ അല്ലേ, ഓരോരോ അസുരന്മാര് മഹിഷാസുരാദികളെ പോലെ, ശുംഭനിശുംഭന്മാരെ പോലെ പല ശക്തികളും ആർജിച്ചു വന്ന് ഇന്ദ്രനെ അവിടുന്ന് ഓടിക്കുക, ഇന്ദ്രന്റെ പദവി തട്ടിയെടുക്കുക. അപ്പൊ ഇതെല്ലാം സ്വൈരമില്ലായ്മയാണ്. സ്വർഗപദവി കിട്ടിയിട്ട് എന്ത് കാര്യം? ഇന്ദ്രപദവി കിട്ടിയിട്ട് എന്ത് കാര്യം? അവിടെയും ന സുഖായ കൽപ്പതേ. അപ്പൊ അതിലും ഭേദം ഭൂമിയിലുള്ള സുഖങ്ങൾ അനുഭവിക്കുകയായിരുന്നു എന്ന് സൂചനയാണ് ഇവിടെ. ഭൂമിയിലുള്ള സുഖങ്ങളെ കുറെ നേടാൻ വേണ്ടിയിട്ടാണ് വെട്ടിപ്പിടിച്ചത്. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ ഇന്ദ്രനായി തീരണം എന്ന് വിചാരിച്ചത്. അവസാനം ഇഹലോകവും ഇല്ല, പരലോകവും ഇല്ല. അപ്പൊ ഈ ഇഹലോക പരലോകങ്ങൾ അനിത്യങ്ങളാണ്, സുഖമില്ലാത്തതാണ് എന്ന് ഉറപ്പിക്കുന്നില്ല, മനസ്സുറയ്ക്കുന്നില്ല. ലോകേഷണ ഇല്ലാതാവുന്നില്ല. ഓരോരോ ലോകങ്ങളിൽ പോണം, അവിടുത്തെ ഭോഗങ്ങളൊക്കെ അനുഭവിക്കണം എന്നുള്ള കൊതി മാറുന്നില്ല. വാസ്തവത്തിൽ ഈ ലോകേഷണയെല്ലാം പോകണം.
ഏത് ലോകത്തിലും എവിടെ പോയാലും അവസ്ഥകളൊക്കെ ഒന്ന് തന്നെയാണ്. അനിത്യം അസുഖം ലോകം. ഈ ലോകത്തിൽ ഒന്നും നിത്യമായിട്ടില്ല. സുഖം തരാനുള്ള കഴിവുള്ള ഒരു വസ്തുവും ഒരു ലോകത്തിലുമില്ല. സുഖം എന്നുള്ളത് വസ്തുവിൻ്റെ സ്വഭാവമല്ല, വസ്തുനിഷ്ഠമല്ല. അത് ആത്മനിഷ്ഠമാണ്. അവനവന്റെ സ്വരൂപമാണ് സുഖം എന്ന് തിരിച്ചറിയണം. അപ്പോഴേ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എല്ലാ ലോകങ്ങളെയും സന്യസിക്കാൻ കഴിയുള്ളൂ. അതിന്റെ പ്രതീകമായിട്ടാണ് ഭൂസന്യസ്തം മയാ ഭുവസന്യസ്തം മയാ സ്വസന്യസ്തം മയാ. നമ്മള് നാളെ അക്ഷയ തൃതീയ ദിവസം കാഞ്ചി കാമകോടി പീഠത്തില് പുതിയ ഉത്തരാധികാരി സന്യാസം സ്വീകരിച്ച് അഭിഷിക്തനായി സത്യ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ, അല്ലെ, വിജയേന്ദ്ര സരസ്വതി സ്വാമികളുടെ കരകമലങ്ങളാൽ സന്യാസ ദീക്ഷ നൽകപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ധാരാളമുണ്ട്, അദ്ദേഹത്തിൻ്റെ സന്യാസ ചടങ്ങുകളൊക്കെ. അപ്പം അദ്ദേഹം ഒരു ജലാശയത്തിൽ അരയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് കൈകൾ രണ്ടും മുകളിലോട്ട് തൊഴുതു പിടിച്ചുകൊണ്ട് ഗുരുവിനെ നോക്കിക്കൊണ്ട് ലോകത്തെ നോക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഭൂസന്യസ്തം മയാ ഭുവസന്യസ്തം മയാ സ്വസന്യസ്തം മയാ. ആവർത്തിച്ച് ശബ്ദം കൂട്ടിക്കൂട്ടി 9 പ്രാവശ്യം പറയുന്നുണ്ട്. ഭൂമി എന്നാൽ സന്യസിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഭൂമി സുഖം തരാൻ കഴിവുള്ളതല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്വഹ സന്യസ്തം മയാ, സ്വർലോകവും ഭുവഹ സന്യസ്തം മയാ, ഭുവർലോകം, അന്തരീക്ഷ ലോകം, പിതൃക്കളുടെയൊക്കെ ലോകങ്ങൾ, ഇടയിലുള്ള ലോകങ്ങളൊക്കെ തന്നെ അവിടെയും സുഖമൊന്നുമില്ല, ഒന്നും ശാശ്വതമല്ല. സ്വഹസന്യസ്തം മയാ സ്വർലോകമപി മയാ സന്യസ്തം, എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ലോകത്തും സുഖമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സുഖം എന്നുള്ളത് എന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് ത്യാഗേ നൈകേ അമൃതത്വമാനശു ന കർമ്മണാന പ്രജയാധനേന. കർമ്മങ്ങളെ കൊണ്ടോ സന്തതികളെ കൊണ്ടോ ധനം സമ്പാദിച്ചതുകൊണ്ടോ സുഖമുണ്ടാകാൻ പോകുന്നില്ല. ത്യാഗേന ഏകേ അമൃതത്വമാനശു. എല്ലാറ്റിലുമുള്ള മമത്വ ബുദ്ധി, ആസക്തിയെ ത്യജിക്കുന്നതാണ് അമൃതത്വത്തിലേക്കുള്ളതായിട്ടുള്ള മാർഗം. അപ്പോഴാണ് അവൻ ഇൻഡിപെൻഡന്റ് ആവുന്നത്. ഒന്നിലും ഡിപ്പെൻഡൻസി ഇല്ലാതാകുമ്പോൾ ഹി ഈസ് ഫ്രീ. ഈ ഡിപ്പെൻഡൻസിയാണ് ദുഃഖം. അപ്പൊ ഈ ലോകങ്ങളിലൊക്കെ സുഖമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മുടെ ദുഃഖ കാരണം. ലോകത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക. അനിത്യം അസുഖം ലോകം. എന്നിട്ട് നിങ്ങൾ ലോകത്ത് തന്നെ ഇരുന്നോളൂ. ലോകത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയൊന്നുമില്ല. ലോകത്തിലിരിക്കുമ്പോഴും ഈ ലോകത്തിന്റെ പരിമിതി മനസ്സിലാക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിന് പ്രയോജനം. ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് സ്വീകരിക്കേണ്ടതുള്ളൂ. എൻ്റെ പ്രാരബ്ധം തീരുന്നത് വരെ, ഈ ശരീരത്തിന്റെ പ്രാരബ്ധം തീരുന്നത് വരെ അതിന് വേണ്ടതെല്ലാം പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. ഏത് അവസ്ഥയിലും എവിടെ ചെന്നാലും വീണേടം വിഷ്ണുലോകം. ഇത് അഭ്യസിക്കുക. യദൃച്ഛാലാഭ സന്തുഷ്ടരായിരിക്കുക. പക്ഷെ അതറിയാതെ വിവേകമില്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ പോലെയുള്ള പൂർവീകരായ രാജാക്കന്മാർ പലരും കരോതി കർമാണി തപസ്സുനിഷ്ഠിതോ നിവൃത്തഭോഗസ്തപേക്ഷയാ ദദത് പുനശ്ച ഭൂയേയമഹം സ്വരാടിതി പ്രവൃദ്ധതർഷോ ന സുഖായ കൽപ്പതേ. അപ്പൊ നമ്മൾ ഈ ലോകത്തിന്റെ പുറകെ പോയാൽ നമ്മുടെ തൃഷ്ണ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയേ ഉള്ളൂ. നമ്മുടെ മൊമെന്റം കൂടി വരും. അല്ലേ? ഈ ലോകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ താഴേക്ക് പതിക്കുക എന്നാണ്.
ഏത് വസ്തുവും താഴേക്ക് പതിക്കുമ്പോൾ അത് ഭൂമിയോട് അടുക്കുന്തോറും അതിൻ്റെ മൊമെന്റം കൂടിക്കൂടി വരും, അതിൻ്റെ വേഗത കൂടിക്കൂടി വരും. ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിയിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം പറയുന്നുണ്ട് അല്ലേ? പ്രമാദത പ്രച്യുത കേളി കന്തുക സോപാന പന്തൗ പതിതോ യഥാ തഥാ. നമ്മള് മട്ടുപ്പാവിലെ ഒരു കേളി കന്തുകം കൊണ്ട്, ഒരു കളിപ്പന്ത് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന്, ആ മട്ടുപ്പാവിൽ നിന്ന് കളിപ്പന്ത് ഒന്ന് കൈ വഴുതി വീണു. ആദ്യത്തെ വീഴ്ച വളരെ പതുക്കെയായിരുന്നു, പക്ഷെ അത് സോപാന പങ്ക്തിയിലാണ് പതിച്ചത്. സോപാന പങ്ക്തി കോണിപ്പടി നിര. ആ പടികളുടെ നിരയിലേക്ക് വീണപ്പോഴോ ഒന്നാമത്തെ പടിയിൽ നിന്നത് മൂന്നാമത്തെ പടിയിലേക്ക് ചാടി, മൂന്നാമത്തെ പടിയിൽ നിന്ന് ആറാമത്തെ പടിയിലേക്ക് ചാടി, ആറാമത്തെ പടിയിൽ നിന്ന് 10ാമത്തെ പടിയിലേക്ക് ചാടി. താഴേക്ക് വരുന്തോറും അതിൻ്റെ വേഗത കൂടി വരികയാണ്. അതുപോലെയാണ് നമ്മുടെയൊക്കെ പതനം. നമ്മൾ ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ സുഖം തരും എന്ന് കരുതിക്കൊണ്ടിരുന്നാൽ ഇതുപോലെ പതിക്കും. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. സർവനാശവും സംഭവിക്കും. അപ്പോൾ വിഷയങ്ങൾ സുഖം തരും എന്നുള്ള ഭ്രമം, എന്നുള്ള ചിന്ത, അത് നമ്മൾ വിവേകം കൊണ്ട് അതിനെ ഇല്ലാതാക്കണം, ന്യൂട്രലൈസ് ചെയ്യണം. ഈ വിഷയങ്ങളിലൊന്നും സുഖമില്ല എന്ന് സത്യം തിരിച്ചറിയണം. അപ്പോൾ ഏത് ലോകത്തും സുഖമില്ല, സ്വർഗാദി ലോകങ്ങളിൽ ഒന്നിലും സുഖമില്ല. എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ തന്നെയാണ്. തുടർന്ന് ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേത് ജനസ്യ തർഹ്യച്യുത സത്സമാഗമഃ സൽസംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാവരേശേ ത്വയി ജായതേ മതിഃ. ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേത് ജനസ്യ തർഹ്യച്യുത സത്സമാഗമഃ സത്സംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാവരേശേ ത്വയി ജായതേ മതിഃ. അപ്പോ കഴിഞ്ഞ ഒരു 8 ശ്ലോകങ്ങൾ ബഹിർമുഖരായി ഈ ലോകത്തിന്റെ പുറകെ പോയിക്കൊണ്ട് സ്വയം ഒരിക്കലും ദുഃഖനിവൃത്തി വരാതെ അശാന്തരായി അസ്വസ്ഥരായി ഓടിക്കൊണ്ടിരിക്കുന്നു, സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. അങ്ങനെ സംസാരത്തിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സുഹൃതം കൊണ്ട് ആർക്കാണോ ഈ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നവന്, ഭ്രമതഃ എന്നാണ്, ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ, പുനരപി ജനനം പുനരപി മരണമായിട്ട് ഭ്രമതഃ ജനസ്യ, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനത്തിന് യഥാ ഭവാപവർഗഃ ഭവേത്, യഥാ എപ്പോഴാണോ ഭവാപവർഗം, ഭവം എന്നാൽ സംസാരം, അതിന്റെ അപവർഗം എന്ന് പറഞ്ഞാൽ നാശം, മോക്ഷം, പവർഗങ്ങളില്ലാത്ത അവസ്ഥ അല്ലെ? പാപം, പാപഫലമായ ദുഃഖം, ബന്ധം, ഭയം, മരണം, ഇതൊക്കെ പവർഗങ്ങളാണ്. പാപ ഭമ, ഈ പവർഗങ്ങളില്ലാത്ത അവസ്ഥയാണ് അപവർഗം. അപ്പൊ സംസാരത്തിന്റെ അപവർഗം എന്ന് പറയുമ്പോൾ അവിടെ അപവർഗത്തിന് നാശം, മോക്ഷം എന്നൊക്കെ അർത്ഥമുണ്ട്. ഭവാപവർഗ യഥാ ഭവേത്, എപ്പോഴാണോ അയാളുടെ പ്രാരബ്ധം തീരുന്നത്, അയാൾക്ക് സംസാര നാശം സംഭവിക്കുന്നത്, അതെങ്ങനെ? അത് പൂർവ്വ സുഹൃതങ്ങൾ കൊണ്ടാണ്. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സുഹൃതം കൊണ്ട് അയാൾക്ക് നല്ലൊരു ജന്മം, മനുഷ്യജന്മം കിട്ടുന്നു. അതിലെല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്നു. അതാണ് എപ്പോഴാണോ ഭവാപവർഗ ഭവേത്. ഹേ അച്യുത, ഭഗവാനെ നോക്കിക്കൊണ്ട് മുചുകുന്ദൻ പ്രാർത്ഥിക്കണം, അല്ലയോ അച്യുത, നാശരഹിതനായവനെ, സ്വരൂപ വിസ്മൃതിയില്ലാത്തവനെ. തർഹി, ആ സമയത്ത്, അങ്ങനെ അവന്റെ അവസാന ജന്മമാകുമ്പോഴാണ്, അവന്റെ പ്രാരബ്ധങ്ങളെല്ലാം ക്ഷയിച്ചു കഴിയുമ്പോഴാണ്
യർഹി സത്സംഗമഃ, എപ്പോഴാണോ സത്സമാഗമഃ, സത്തുക്കളോടുള്ളതായിട്ടുള്ള സമാഗമം വന്നു ചേരുന്നു, സജ്ജനങ്ങളുമായിട്ട് സംഘം വരുന്നു എന്നർത്ഥം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് സത്സംഗം വേണ്ട പോലെ വന്നു ചേരുന്നത് നമ്മുടെ സംസാരനാശം ആരംഭിക്കുന്നു. ആ സമയത്താണ് നല്ല കാലം, അല്ലേ? ശരിക്കുള്ള ആ നല്ല കാലം ആരംഭിക്കുന്നത് അപ്പോഴാണ്. ശരിക്കും നമ്മുടെ എന്താ പറയുക, ജാതകത്തിൽ വ്യാഴദശ എന്നൊക്കെ പറയുന്ന കാലത്താണ് ഈ ഒരു അനുഗ്രഹം ഉണ്ടാവുക. വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണല്ലോ, ദേവഗുരുവിൻ്റെ അനുഗ്രഹം. ശുക്രദശയിൽ നമ്മളെയിട്ട് കറക്കിക്കൊണ്ടിരിക്കും, ഈ ലൗകിക വിഷയങ്ങളിൽ ഭ്രമമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ലോകസുഖം നമുക്ക് ഉണ്ടാവുന്നത് ശുക്രദശയിലാണ്. എന്നാൽ ആധ്യാത്മികമായിട്ടുള്ള ഉയർവ് നമുക്കുണ്ടാവുന്നത് നമ്മൾക്ക് നല്ല എല്ലാം തികഞ്ഞു വരുന്ന കാലത്താണ്. ഈശ്വരാനുഗ്രഹം, ഗുരു അനുഗ്രഹം. അപ്പൊ അതാണ് ഇവിടെ സത്സമാഗമഃ ഭവേത്. ആ സത്സമാഗമം വന്നാലോ തദായേവ സദ്ഗതൗ പരാവരേശേ ത്വയി മതിഹി ജായതേ. അപ്പോൾ തന്നെ ആ സത്സംഗമം ഉണ്ടാകുന്നു. അഥവാ സത്സംഗമത്തിൽ നിന്ന് തദായേവ അപ്പോൾ തന്നെ സദ്ഗതൗ, സദ്ഗതി എന്ന് പറഞ്ഞാൽ സത്തുക്കൾക്ക് ഗതിയായിരിക്കുന്നത് ഭഗവാൻ ഈശ്വരൻ, ആത്മാ, ബ്രഹ്മം, പരമസത്യം. അപ്പൊ സത്തുക്കൾക്ക് ഗതിയായിരിക്കുന്നവനിൽ, സദ്ഗതിയായിരിക്കുന്നവനിൽ, ഈശ്വരനെ കുറിച്ച് പരാവരേശെ, പരത്തിനും അപരത്തിനും ഈശനായിരിക്കുന്നവനിൽ, എല്ലാറ്റിനും പരം എന്നാൽ കാര്യം, കാരണം, അവരം കാര്യം. ഏറ്റവും പരമായിരിക്കുന്നത് ആദ്യത്തെ പരമമായ കാരണം. അവരം എന്ന് പറഞ്ഞാൽ പിന്നീടുണ്ടായത്, ഇൻഫീരിയർ, ലേറ്റർ എന്നൊക്കെ അർത്ഥത്തിൽ, താഴെ ഉണ്ടായത്. അപ്പോൾ മുമ്പുണ്ടായതും പിന്നീടുണ്ടായതും അഥവാ കാരണകാര്യ വേർതിരിവോട് കൂടിയിരിക്കുന്ന ഈ ലോകത്തിന് മുഴുവൻ ഈശനാണ് ഭഗവാൻ. ആ ഈശനിൽ ഈശേ ത്വയി മതിഹി ജായതേ, മതി, ബുദ്ധി ഉണ്ടാകുന്നു. അപ്പൊ ഈശ്വരനിലേക്ക് ബുദ്ധി ഉറയ്ക്കണമെങ്കിൽ, പരാപരേശനായ ആ ഭഗവാനിൽ, സദ്ഗതിയായ ഭഗവാനിൽ മതി ഉറയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി സത്സംഗമം കിട്ടണം. സത്സംഗമം കിട്ടുന്നത് നമ്മുടെ പുണ്യം വർദ്ധിക്കുമ്പോഴാണ്. നമുക്ക് പ്രാരബ്ധം ക്ഷയിച്ച് എല്ലാ ദുഃഖങ്ങളുടെയും അപവർഗം സംഭവിക്കാൻ പോകുന്ന സമയത്താണ്. എല്ലാ ദുഃഖങ്ങൾക്കും നാശമുണ്ടാകാൻ കാലത്താണ് സത്സംഗമം വന്നു ചേരുക. ആ സത്സംഗമം നമ്മളെ ഈശ്വരനിലേക്ക്, സദ്ഗതിയായ പരാപരേശനായ ഭഗവാനിലേക്ക് ആഭിമുഖ്യമുണ്ടാക്കി തീർക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ യാദൃച്ഛികം എന്ന് തോന്നും നമുക്ക്, പക്ഷെ യാദൃച്ഛികമല്ല, എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഇവിടെ എല്ലാ തിരക്കഥകളും വ്യക്തമായിട്ട് ഭഗവാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവ്വ കർമ്മങ്ങളുടെയൊക്കെ ഫലമായി, സുഹൃതങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഈ ജന്മത്തിൽ സത്സംഗം കിട്ടുന്നതും ആ സത്സംഗത്തിൽ നിന്ന് എന്താണ് ആധ്യാത്മികത എന്നറിയാൻ കഴിയുന്നതും. ഇത് അവനവനെ അറിയൽ തന്നെയാണ്. അവനവനും ഈ ലോകവും ഈശ്വരനും ഒന്നാണെന്നുള്ള അറിവിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ള ആ ഒരു ജ്ഞാനം സത്സംഗമത്തിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെ ജിജ്ഞാസ വർദ്ധിച്ച് ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ച് അതിൽ തന്നെ നിധിധ്യാസനം ചെയ്ത്, അല്ലേ, ശ്രവണം, മനനം, നിധിധ്യാസനം, അതിനെ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് മതിച്ച് അത് നമ്മുടെ പൂർണ്ണബോധ്യമായി ഇളക്കാൻ പറ്റാത്ത ഒരു നിശ്ചയമായി മാറ്റുന്നു. അങ്ങനെ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഗമമാകുന്നു. അപ്പോൾ ഭവാപവർഗോ ഭ്രമതോ യഥാ ഭവേത് ജനസ്യ തർഹ്യച്യുത സത്സമാഗമഃ സത്സംഗമോ യർഹി തദൈവ സദ്ഗതൗ പരാപരേശേ ത്വയി ജായതേ മതിഃ. അപ്പോൾ
ജന്മാന്തര പുണ്യം കൊണ്ടാണ് ഒരു മനുഷ്യന് അദ്വൈത വാസന ഉണ്ടാവുന്നത്, അഥവാ ഭാഗവതത്തിലേക്കുള്ള ശ്രദ്ധയുണ്ടാകുന്നത്, അഥവാ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. മനുഷ്യർക്ക് ജന്മത്തിൽ ഏറ്റവും പരമമായിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് നാരായണ സ്മരണ ഉണ്ടാവുകയാണ്. മരണകാലത്ത് നാരായണ സ്മരണ ഉണ്ടാവുക എന്നൊരർത്ഥം. മരണകാലത്തിലും നാരായണ സ്മരണ ഉണ്ടാവുക, അഥവാ നാരായണ സ്മരണ നിരന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെ സംസാരത്തിന്റെ അന്തം. എപ്പോഴാണോ നമുക്ക് ഈശ്വര സ്മരണ എപ്പോഴും ഉണ്ടാകുന്നത്, അതോടുകൂടി എല്ലാ ദുഃഖ പരമ്പരകളുടെയും അന്തമായി. അന്തേ നാരായണ സ്മൃതി. മന്യേ മമാനുഗ്രഹ ഈശത്തെ കൃതോ രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ യഃ പ്രാർത്ഥ്യതേ സാധുവിരേകചര്യയാ വനം വിവിക്ഷദ്ഭിർ അഖണ്ഡഭൂമിപൈഃ. മന്യേ മമാനുഗ്രഹ ഈശത്തെ കൃതോ രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ യഃ പ്രാർത്ഥ്യതേ സാധുവിരേകചര്യയാ വനം വിവിക്ഷദ്ഭിർ അഖണ്ഡഭൂമിപൈഃ. മന്യേ മമ അനുഗ്രഹ ഈശത്തെ കൃതോ. ഹേ ഈശ, മമ അനുഗ്രഹ തേ കൃതഃ ഇതി അഹം മന്യേ. അല്ലയോ ഭഗവാനെ, ഈശ സർവനിയന്താവായിരിക്കുന്നവനെ, ഇപ്പോ എനിക്ക് മമ അനുഗ്രഹ കൃതഃ, അനുഗ്രഹം ചെയ്യപ്പെട്ടു. ആരാൽ? തേ എന്ന് പറഞ്ഞാൽ ത്വയാ, അങ്ങയാൽ ഇപ്പോൾ അനുഗ്രഹം ചെയ്യപ്പെട്ടു. ഇതി മന്യേ, ഞാൻ അങ്ങനെ കരുതുന്നു. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചത്? രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ. യദൃച്ഛയ, യാദൃച്ഛികമായിട്ട് ഒരു പ്രയത്നവും കൂടാതെ രാജ്യ അനുബന്ധ അപഗമഃ, രാജ്യ അനുബന്ധം, രാജ്യവുമായിട്ടുള്ള ചർച്ച. അപ്പൊ എനിക്ക് മുമ്പ് രാജ്യമുണ്ടായിരുന്നു, സിംഹാസനമുണ്ടായിരുന്നു, ഇക്ഷ്വാകു വംശത്തിലെ വലിയ പ്രതാപിയായ ചക്രവർത്തി ആയിരുന്നു ഞാൻ. ശക്തനായതുകൊണ്ടാണല്ലോ എന്നെ ദേവന്മാർ പോലും സഹായം അഭ്യർത്ഥിച്ച് ദേവലോകത്തിലെ രക്ഷിക്കാൻ വിളിച്ചത്. അപ്പൊ എനിക്ക് രാജ്യാനുബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അപഗമം, അപഗമം എന്ന് പറഞ്ഞാല് നീങ്ങിപ്പോക്ക്, അകലേക്ക് പോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ തിരസ്കാരം. അപ്പൊ രാജ്യാനുബന്ധ അപഗമഃ തേ അനുഗ്രഹ കൃതഃ യദൃച്ഛയ. എനിക്ക് രാജ്യ അനുബന്ധം എന്നിൽ നിന്ന് പോയി കിട്ടി യാദൃച്ഛികമായി. അത് അങ്ങയുടെ അനുഗ്രഹമാണെന്നാ പറയണത്. എങ്ങനെയാ പോയി കിട്ടിയത്? സാധാരണ രാജാക്കന്മാരൊക്കെ രാജ്യത്ത് അധിപതികളായിരിക്കുമ്പോൾ അവർക്ക് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. അവരുടെ മക്കളൊക്കെ യൗവനയുക്തരായി പ്രാപ്തരായി വന്നാലും വിട്ടുകൊടുക്കാൻ മനസ്സ് വരില്ല. എത്ര വയസ്സായാലും ധൃതരാഷ്ട്രന്മാരായിരിക്കും, അല്ലേ? നമ്മുടെ ധൃതരാഷ്ട്രൻ. എന്താ ധൃതരാഷ്ട്രൻ? തനിക്ക് അർഹതയില്ലാത്ത, അവകാശമില്ലാത്ത രാഷ്ട്രത്തെ ധൃതം, മുറുക്ക പിടിച്ചിരിക്കുക, അട്ടയെ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുക. കണ്ണു കാണാത്തവന് രാജ്യാവകാശമില്ല എന്നത് രാജധർമ്മം. കാരണം സ്വന്തം ശരീരം ഭരിക്കാൻ പ്രാപ്തിയില്ലാത്തവൻ എങ്ങനെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിയും, രാജ്യപ്രശ്നങ്ങൾ അറിയും, രാജ്യത്തെ ഭരിക്കാൻ എങ്ങനെ ശക്തനാവും? അതുകൊണ്ട് ഒരിക്കലും കണ്ണു കാണാത്തവൻ സിംഹാസനത്തിന്റെ 7 അയലത്ത് ചെല്ലാനുള്ള അർഹതയില്ല രാജധർമ്മപ്രകാരം. എന്നിട്ടും എന്ത് ചെയ്തു മൂപ്പര്? അനുജനായ പാണ്ഡു മരിച്ചപ്പോൾ അർഹനായിട്ടുള്ള വിതുരനെ രാജാവാക്കാതെ പ്രധാനമന്ത്രിയായിരുന്ന, രാജ്യഭാരം നിർവഹിച്ചുകൊണ്ടിരുന്ന ശക്തനായ, വളരെ ബുദ്ധിമാനായ, ധർമ്മനിഷ്ഠനായ, ധർമ്മമൂർത്തിയായ വിതുരനെ രാജാവാക്കാതെ സ്വയം തന്റേതല്ലാത്ത രാജ്യത്തെ, രാഷ്ട്രത്തെ ധൃതം, അതാണ് അവൻ ധൃതരാഷ്ട്രൻ. അപ്പോ വയസ്സായാലും ഇതുപോലെ രാജാക്കന്മാർ സ്വയം ധൃതരാഷ്ട്രന്മാരായി അള്ളിപ്പിടിച്ചിരിക്കും. ഏതെങ്കിലും സിംഹാസനം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിപ്പോകാൻ എല്ലാവർക്കും പ്രയാസമാണ്, അല്ലേ? നമുക്കൊക്കെ
അല്പനേരം ബസ്സിൽ ഒരു സീറ്റ് കിട്ടിയാൽ അതൊന്നും ഇറങ്ങാൻ പ്രയാസമാണ്. അത് വേറൊരാൾ കൈയടക്കുന്നത് നമുക്ക് സഹിക്കില്ല. ട്രെയിനിലെ കാര്യം പറയണ്ട. ഒരു രാത്രിയൊക്കെ നമ്മൾ ഒരു ട്രെയിനിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് മാത്രമല്ല, ആ ബെർത്ത് മാത്രമല്ല, ആ കോച്ച് മുഴുവൻ നമ്മുടെയാണെന്നുള്ളത് തോന്നിപ്പോകും നമുക്ക്. ഇതാണ് നമ്മുടെ ഒരു സ്വഭാവം. മാനസികമായിട്ട് നമ്മൾ എവിടെ ഇരിക്കണോ അതിനോട് അറ്റാച്ച്ഡ് ആവും. അപ്പോൾ പിന്നെ വളരെയധികം പ്രിവിലേജസ് ഒക്കെ അനുഭവിച്ച് സിംഹാസനത്തിലിരുന്ന രാജാക്കന്മാരുടെ കാര്യം പറയണോ? ഇപ്പം നമ്മുടെയൊക്കെ മന്ത്രിമാരുടെ കാര്യം അല്ലേ നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാരൊക്കെ അവരവർക്ക് കിട്ടിയതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ വെടിയാൻ അവർക്ക് വളരെ വിഷമമാണ്. പിടിച്ച് തള്ളി മാറ്റണം. അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കണം. അവരായിട്ട് സ്വയം പോകുന്ന പ്രശ്നമില്ല. അപ്പം അതുപോലെയാണ് ഇവിടെ രാജ്യാനുബന്ധം. ഒരു സിംഹാസനം കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ടുള്ള മമതാബന്ധം. പക്ഷെ എനിക്കിവിടെ എതിർച്ചയാ അപകത. ഈശ്വരാനുഗ്രഹം കൊണ്ട് എങ്ങനെയോ പോയി കിട്ടി. എങ്ങനെയാ പോയത്? അദ്ദേഹത്തെ ദേവലോകത്തേക്ക് വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ കാലം അവിടെ കാവൽക്കാരനായി നിന്നപ്പോൾ തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ തൻ്റെ കാലത്തുണ്ടായിരുന്ന ആരും അവിടെ ഇല്ല. എത്രയോ തലമുറകൾ ഭൂമിയിൽ കഴിഞ്ഞുപോയി. അതുകൊണ്ട് തനിക്കിനി ആ സിംഹാസനത്തിൽ അവകാശം ഉന്നയിച്ച് ചെല്ലാൻ നിവൃത്തിയില്ല. ആരും അത് അംഗീകരിക്കില്ല. എല്ലാവരും കൂടി തന്നെ ഓടിച്ചിട്ട് തല്ലും. കാരണം തന്നെ അറിയുക പോലുമില്ല അവർക്കൊന്നും. അത്രയും കാലം കഴിഞ്ഞു. അപ്പം അങ്ങനൊരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു യാദൃച്ഛികമായി ഈശ്വരാനുഗ്രഹം കൊണ്ടതാണ്. രാജ്യാനുബന്ധാപകമോ യദൃച്ഛയാ. അങ്ങനെ സംഭവിച്ചത് അങ്ങയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ മനിക്കുന്നു, മന്യേ. കാരണം വനം വിവക്ഷദ്ഭിഹി സാധുഭിഹി അഖണ്ഡഭൂമിഭൈഹി യഹ ഏകചര്യയാ പ്രാർത്ഥ്യതേ. വനം വിവക്ഷദ്ഭിഹി, വനത്തിലേക്ക് വിവക്ഷദ്ഭിഹി എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാൻ ഇച്ഛിക്കുന്നവർ. വിവക്ഷ വിവേശിതും ഇച്ഛ, പ്രവേശിതും ഇച്ഛ. അപ്പൊ വനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന സാധുഭിഹി, രാജാക്കന്മാർ, സാധുക്കൾ, സജ്ജനങ്ങളായിട്ടുള്ള രാജാക്കന്മാർ. അഖണ്ഡ ഭൂമിഭൈഹി, അവര് ചക്രവർത്തിമാരായിരിക്കും. ഭൂമിയുടെ മുഴുവൻ അഖണ്ഡ അധികാരികളായിരിക്കും. അങ്ങനെയുള്ള രാജാക്കന്മാരാൽ യഹ, ഏതൊരു കാര്യമാണോ, ഏത് കാര്യം? രാജ്യാനുബന്ധ അപഗമം ഏകചര്യയാ പ്രാർത്ഥ്യതേ. അവര് വളരെയധികം പ്രയത്നപ്പെട്ട് ഏകചര്യയാ പ്രാർത്ഥ്യതേ, എനിക്ക് ഈ രാജ്യത്തിൽ, ഈ സിംഹാസനത്തിൽ ഉള്ള ഭ്രമം നീക്കി എന്നെ ഇവിടുന്നൊന്ന് വനത്തിലേക്ക് വാനപ്രസ്ഥനാക്കാനായിക്കൊണ്ട് അനുഗ്രഹിക്കണേ എന്നുള്ള വളരെയധികം പ്രാർത്ഥന ചെയ്യും. ആര്? ഈ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാർ. കുറേ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർക്ക് ആ ധൈര്യം വരിക, അത് വിട്ടുപോകാനായിട്ട് മനസ്സ് വരിക. അപ്പൊ എത്രയോ കാലം കഷ്ടപ്പെടുന്നു എന്നർത്ഥം. ഇവിടെ നമുക്ക് കാണാം, വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നവർ പ്രായം കുറേ ആയിട്ടും ഇനിയും ഏതെങ്കിലും സ്ഥാനം കിട്ടുമെങ്കിൽ അവിടേക്കും കയറിയിരിക്കാന്ന് പറഞ്ഞിട്ട് വരുന്നവര് അല്ലേ. മുൻ പ്രസിഡന്റ് പദത്തിലിരുന്നവരോ മുൻ സുപ്രീം കോർട്ട് ജഡ്ജിയായിട്ടിരുന്നവരോ ഒക്കെ പിന്നെയും തിരിച്ചു വരും അവിടേക്ക് സംസാരത്തിലേക്ക്. ഇത്രയൊക്കെ വലിയ പദവി എത്തിയില്ലേ, ഇനി മിണ്ടാതിരുന്നൂടെ? കിട്ടുന്ന പെൻഷനും സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് VVIPകളുടെ പല പ്രിവിലേജസും ലഭിക്കുന്നുണ്ട്. മിണ്ടാതെ വീട്ടിലിരുന്ന് അല്ലേ, സ്വൈരമായി ആനന്ദമായിരുന്നൂടെ? പക്ഷെ അവർക്ക് അതിരിക്കപ്പുറത്തില്ല. അവർ വീണ്ടും സുപ്രീം കോർട്ട് ജസ്റ്റിസ് ആയിരുന്ന ആളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ പിന്നെയും എന്തെങ്കിലും കമ്മീഷന്റെ ചെയർമാനോ ബോർഡിന്റെ ചെയർമാനോ ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റോ വരെ ആവാനായിട്ട് ശ്രമിക്കുന്നു. എത്ര മൗഢ്യമാണ്, എത്ര ആസക്തിയാണ്. ആ രാജ്യാനുബന്ധം പോകുന്നില്ല, അവർക്ക് അപഗമം സംഭവിക്കുന്നില്ല, വൈരാഗ്യമുണ്ടാകുന്നില്ല, വിവേകമുണ്ടാകുന്നില്ല. എത്രയോ ആളുകൾ നമുക്ക് കാണാം. ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ IAS കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ശേഷം പിന്നെയും പല സ്ഥാനങ്ങളും വഹിച്ചുകൊണ്ട് 2ഉം 3ഉം പെൻഷനുകളും ശമ്പളങ്ങളും വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്.
ബാക്കി ചെറുപ്പക്കാർ നല്ല കഴിവുള്ളവർ എത്രയോ പണിയില്ലാതിരിക്കുമ്പോൾ ഇവിടെ അട്ടകളെ പോലെ ഒന്നിനും കൊള്ളാത്ത വയസ്സന്മാർ പിന്നെയും പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ ന്യായമാണോ? ഇത് അവർക്കും നല്ലതല്ല, നാട്ടിനും നല്ലതല്ല. അവരുടെ റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർ കിട്ടുന്ന പെൻഷനും മേടിച്ച് വല്ല ഉപദേഷ്ടാക്കളായി ഫ്രീ ആയിട്ട് ഓണററി ആയിട്ട് ആർക്കെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാം, അങ്ങനെയുള്ള സ്ഥാനങ്ങൾ എടുക്കാം. അല്ലാതെ ശമ്പളവും പെൻഷനും കൂട്ടിക്കിട്ടുന്ന സ്ഥാനങ്ങൾ ഏറ്റെടുക്കരുത്. അപ്പോൾ ഇവിടെ എൻ്റെ ഭാഗ്യമാണ്. ഏതൊരു വൈരാഗ്യം, രാജ്യസിംഹാസന ത്യാഗം മറ്റുള്ള രാജാക്കന്മാർ കഷ്ടപ്പെട്ട് ഏകാഗ്രതയോടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുവോ, അത് എനിക്ക് സുലഭമായിട്ട് സാധിച്ചു. ഈശ്വരാനുഗ്രഹം. മന്യേ മമാനുഗ്രഹ ഈശത്തെ കൃതോ രാജ്യാനുബന്ധാവഗമോ യദൃച്ഛയാ യഃ പ്രാർത്ഥ്യതേ സാധുഭിരേകചര്യയാ വനം വിവക്ഷദ്ഭിർ അഖണ്ഡഭൂമിപൈഃ. ഇനി അദ്ദേഹത്തിന്റെ 2 പ്രാർത്ഥനകളാണ് 57ഉം 58ഉം ശ്ലോകങ്ങളിൽ. ഒന്ന്, ശരിയായ മാർഗത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കാനുള്ള പ്രാർത്ഥന. മറ്റൊന്ന്, തൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഉറപ്പിച്ച് ആ ലക്ഷ്യത്തെ പ്രാപിപ്പിക്കാനുള്ള പ്രാർത്ഥന. അപ്പോൾ ഒന്ന് മാർഗം, ഒന്ന് ലക്ഷ്യം. ലക്ഷ്യമാണ് അൾട്ടിമേറ്റ്. അതിനു മുമ്പുള്ള പെനൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് മാർഗം. ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ചാലേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അതിനുള്ള 2 പ്രാർത്ഥനകൾ. അത് കഴിഞ്ഞ് ആത്യന്തികമായിട്ടുള്ള ഈ ജ്ഞാനം അഥവാ മോക്ഷം കൊണ്ടുള്ളതായിട്ടുള്ള അവസ്ഥ, ആ പ്രയോജനം, അതിനെ വർണ്ണിച്ചുകൊണ്ട് അത് വേണം എന്ന് പറഞ്ഞ ആ മോക്ഷം തനിക്ക് വേണം, അതിനുവേണ്ടി അനുഗ്രഹിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ കാണാം. ഇന്നെനിക്ക് വേറെ കുറേ തിരക്കുകളുണ്ട്, ഗസ്റ്റുകൾ ഒരുപാടുണ്ട്, വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നാളെ രാവിലെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇത് വൈകുന്നേരമില്ല, വൈകുന്നേരം പുറത്തൊരു മീറ്റിംഗ്, ഗസ്റ്റുകൾ വന്നു. ശരി, ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.